Om Amriteshwarya Namaha. My humble pranams at the lotus feet of my Guru and my Lord. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. തെറ്റാണ്. നമ്മൾ കൊണ്ടുപോകാതിരിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് നമ്മളുടെ ശരീരം മാത്രമാണ്. നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നു, കുറേ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അത് പെട്ടെന്നൊന്നും നമ്മളെ വിട്ടുപോകുന്നവയല്ല. ചിലപ്പോൾ നമ്മളോടൊപ്പം സ്ഥിരമായി നിലനിൽക്കുന്ന പലതും നമ്മൾ കൊണ്ടുപോകുന്നു. എന്തൊക്കെയാണവ? എന്താണ് പിന്നെ നമ്മൾ അങ്ങനെ പറയുന്നത്? നമ്മൾ ഫിസിക്കലായ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മളോടൊപ്പം നിലനിൽക്കുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന പലതും നമ്മൾ കൊണ്ടുപോകുന്നു. അതാണ് സൂക്ഷിക്കേണ്ടത്. നല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ അറിവുകൾ, നമ്മുടെ കഴിവുകൾ, നമ്മൾ ആർജിച്ച കലകൾ, നമ്മുടെ ഹൃദയത്തിലെ വാല്യൂസ്, നമ്മുടെ ആദർശങ്ങൾ, ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾക്ക് വളരെ ദോഷം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ചില ദുർവാസനകൾ, ദുശ്ശീലങ്ങൾ, നമ്മളുടെ ആർജിച്ച പാപകർമ്മങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയതല്ലേ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളോടൊപ്പം? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ പറയും, എത്ര മനോഹരമായിട്ട് അധികം പഠിക്കാതെ തന്നെ കുട്ടി പാടുന്നു, അതിന് കഴിഞ്ഞ ജന്മത്തിലേ അതിന് കിട്ടിയ കഴിവായിരിക്കും. ചില ദേവതകളോട് നമുക്ക് ചിലവർക്ക് അടുപ്പം. അപ്പം നമ്മൾ പറയാറുണ്ട്, നേരത്തെ എൻ്റെ ഇഷ്ടദേവതയായിരിക്കും. ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചില ദേവതകളോട് അടുപ്പം ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ചിലർക്ക് പഠിക്കാതെ തന്നെ ഒരുപാട് അറിവുകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ചിലർക്ക് ഒരേ കുടുംബത്തിൽ തന്നെ ജനിച്ചാലും ചിലരിൽ നല്ല ഗുണങ്ങളുണ്ടായിരിക്കും. അതേപോലെ നമ്മൾ പറയാറുണ്ട്, ചിലർ നന്നായി ജീവിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെന്ന പുണ്യകർമ്മങ്ങളുടേതാണെന്ന്. അപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റല്ലേ? നമ്മളൊന്നും കൊണ്ടുപോയില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട വിലയുള്ളതെല്ലാം കൊണ്ടുപോയി നമ്മളോടൊപ്പം. കൊണ്ടുപോകാത്തത് ഒരു വില കുറഞ്ഞ സാധനം, അതായത് വില നഷ്ടപ്പെട്ട ഒരു സാധനം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിലയുണ്ടായിരുന്നു. അപ്പോൾ നശിക്കാത്ത പലതും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയും. ഇതിൽ ഈ ഭഗവത്ഗീതയിലൊരു അധ്യായമുണ്ട്, ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തും എന്ന്. ഇതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബന്ധിപ്പിച്ച് ചിന്തിക്കാം. ആസുരിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായ കാര്യങ്ങളാണ് കൂടുതൽ. നമ്മുടെ വീട്, നമ്മുടെ പൊസിഷൻസ്, നമ്മുടെ ശരീരം. പക്ഷെ ദൈവികമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ദാനങ്ങൾ, നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെ ദൈവിക സമ്പത്താണ്. ഇത് ഒരിക്കലും നശിക്കുന്നില്ല. ഈ ദൈവിക സമ്പത്ത് നമ്മളെ അവസാനം ജീവിതത്തിൻ്റെ പരമായ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു. പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങൾ പോലും ഈ ഗുണങ്ങളോടൊപ്പം നമ്മളുടെ പല വാസനകളും, ചില സ്വഭാവ ദൂഷ്യങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, മേന്മകൾ, പോരായ്മകൾ, നന്മ, തിന്മ, ഇതൊക്കെ കൂടെ കൊണ്ടുപോകുന്നു. ഇവയൊന്നും അത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്താനും എളുപ്പമല്ല. നമ്മൾ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ എത്രയോ ജന്മത്തിൽ ചിലപ്പോൾ നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാം. അപ്പോൾ നമ്മൾ സമ്പാദ്യങ്ങൾ കൊണ്ടുപോയില്ലെന്ന് പറയാൻ കഴിയുമോ? നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾ ദാനങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മളോടൊപ്പം എത്രയോ ജന്മങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല തെറ്റ്, സമ്പാദ്യങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്നതിലാണ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ അറിവുകൾ, നമ്മൾക്ക് വെറും വിജ്ഞാനങ്ങൾ, അവയൊക്കെ നശിക്കുമായിരിക്കാം. പക്ഷെ നമ്മുടെ തിരിച്ചറിവുകൾ ഒരിക്കലും നശിക്കുകയില്ല. ചില തിരിച്ചറിവുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ വിസ്ഡം, വിവേകബുദ്ധി, ഇവയൊന്നും നമുക്കൊരിക്കലും നഷ്ടമാവുകയില്ല. ഏത് കലകളായിക്കോട്ടെ, ഏത് കഴിവുകളായിക്കോട്ടെ, ഈവൻ നമ്മളുടെ സാമാന്യമായ കഴിവുകൾ, ചിലവർക്ക് നല്ലൊരു ആശാരിയായിരിക്കാം, അല്ലെ നല്ലൊരു മറ്റേതെങ്കിലും
വിദ്യ അറിയാവുന്ന ആരായിരിക്കാം, അയാൾക്ക് തീർച്ചയായിട്ടും അടുത്ത ജന്മത്ത് അത് ആർജിക്കാനുള്ള സാധ്യതയും അത് ആർജിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് കൊണ്ടുപോയില്ലെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ആർജിക്കുന്ന അറിവുകളും കഴിവുകളും സ്വഭാവ ഗുണങ്ങളും നമ്മളുടെ നല്ല തിരിച്ചറിയലുകളും ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കണം. ചിലപ്പോൾ നമ്മുടെ വ്യർത്ഥമായ സംസാരങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ തീർച്ചയായും നമുക്ക് അവയെല്ലാം കൊണ്ടുപോകാൻ കഴിയും. ഇതേപോലെ തന്നെ ഈ കോയിന് മറ്റൊരു സൈഡുണ്ട്. നമ്മൾ ചെയ്ത തിന്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറയാറുണ്ട്, വളരെ നന്നായി ജീവിച്ചിട്ടും പെട്ടെന്ന് ചിലർക്കുണ്ടാകുന്ന ആപത്തുകൾ ഉജ്ജന്മ പാപമായിരിക്കാം. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ചില കുടുംബത്തിൽ നമ്മൾ ചിലപ്പോൾ നാഗങ്ങളോടോ ദേവതകളോടോ ചെയ്ത ചില ഇൻസെൻസിറ്റീവായിട്ട് നമ്മൾ ചെയ്തത്, അത് അവരെ ആദരിക്കാതിരിക്കുന്നത് നമ്മുടെ തലമുറകൾ തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ എത്ര ശക്തമായ കാര്യങ്ങളാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അത് അടുത്ത ജന്മം പോലും നമുക്ക് ചിലപ്പോൾ ശാപങ്ങൾക്ക്, പുത്രദോഷത്തിന്, വലിയ ദുരിതങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ബാഗേജിനുള്ളിൽ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും എന്താണ് സമ്പാദിക്കുന്നത് എന്ന് നല്ല തിരിച്ചറിവോടെ വേണം ജീവിക്കുവാൻ. കാരണം ഇവയൊന്നും നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും നമ്മളെ വിട്ടുപോകുന്നവയല്ല. ഇനി ബന്ധങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പല വിശ്വാസങ്ങളനുസരിച്ചും ഈ ജന്മത്തിലെ ബന്ധങ്ങളാണ് പിന്നീട് അടുത്ത ജന്മങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. അതായത് നമ്മളുമായിട്ട് കർമ്മബന്ധമുള്ളവരാണ് നമ്മുടെ പിന്നീടുള്ള ജന്മങ്ങളിൽ വരിക. നമ്മുടെ ഗുരു എത്രയോ ജന്മങ്ങളിൽ നമ്മളോടൊപ്പം, നമ്മൾ ജീവിത ലക്ഷ്യം എത്തുന്നവരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവതകൾ, അവരുടെ അനുഗ്രഹങ്ങൾ, ചിലർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കാം. ഒരേ കുടുംബത്തിൽ മറ്റൊരാൾക്കത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കൊണ്ടുവന്നതാണ്, ഇനി കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് നന്മ വരാൻ വേണ്ടി ആണെങ്കിൽ പോലും ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഒരു സ്വാർത്ഥതയും കൂടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം കൂടിയുണ്ട്. കാരണം ഇവ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾക്ക് ചിന്തോദ്ദീപകമാകട്ടെ. എൻ്റെ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരിയെ നമഃ.